വാർത്തകൾ വിശദമായി. സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവം മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് കാണിച്ച് പെൺകുട്ടി പോക്സോ കോടതിയിൽ ഹർജി നൽകി. കോടതി തിങ്കളാഴ്ച വാദം കേൾക്കും. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ കുമാർ ചേരുന്നുണ്ട്. ജീവൻ, ഏത് സാഹചര്യത്തിലാണ് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പെൺകുട്ടി ആവശ്യമുന്നയിക്കുന്നത്? മറ്റു വിവരങ്ങൾ. സ്വാമി, പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ചാണ് ലിംഗം മുറിച്ച സംഭവത്തിൽ പെൺകുട്ടി പോക്സോ കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. അന്വേഷണം നിലവിലത്തെ അന്വേഷണ ഏജൻസിയായ പോലീസിൽ നിന്നും മാറ്റണമെന്നും CBI അന്വേഷിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. ഇന്ന് പോക്സോ കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇന്ന് മജിസ്ട്രേറ്റ് ഇല്ലാത്തതിനാൽ തിങ്കളാഴ്ചയായിരിക്കും പരിഗണിക്കുക. ഇന്നലെ പ്രതിയുടെ അഭിഭാഷകന് നൽകിയ കത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഹർജിയിൽ ആവർത്തിച്ചിരിക്കുന്നത്. സ്വാമി തന്നെ പീഡിപ്പിച്ചിട്ടില്ലെന്നും പീഡന വാർത്ത പോലീസ് ാണെന്നുമാണ് പെൺകുട്ടിയുടെ ആരോപണം. ലിംഗമുറിച്ച സംഭവത്തിൽ സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യ ഹർജി വരുന്ന 19-ന് കോടതി പരിഗണിക്കാനിരിക്കെയാണ് പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് നേർവിപരീതമായി ആരോപണവുമായി പെൺകുട്ടി രംഗത്തെത്തിയിരിക്കുന്നതെന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത. ജീവൻ കുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കേരളത്തിന്റെ സ്വപ്നം ട്രാക്കിൽ പ്രൗഢഗംഭീര സദസ്സിനെ സാക്ഷി നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചി മെട്രോ നാടിന് സമർപ്പിച്ചു. പദ്ധതി സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊച്ചിയിലെ ജനങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾക്ക് കൊച്ചി മെട്രോ മികച്ച മാതൃകയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നഗരാസൂത്രണ പദ്ധതികൾ ജനസൗഹൃദമാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പദ്ധതി ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കിയതിന് മുഖ്യമന്ത്രിയെയും കൊച്ചിയിലെ ജനങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. The project is also an example of environment-friendly development. It plans to meet nearly 25% of the entire energy requirements from renewable sources, particularly solar energy. The long-term plan is to become a zero-carbon emitting urban transit system. Every 6th pillar of the metro system will have a covered vertical garden which will substantially use urban solid waste. ഏത് വികസന പദ്ധതിയും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിയുമെന്നതാണ് മെട്രോ ഉദ്ഘാടനത്തിലൂടെ തെളിയിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലോകത്തെമ്പാടുമുള്ള നിക്ഷേപകർക്ക് കൊച്ചി മെട്രോയുടെ പൂർത്തീകരണത്തോടെ ഒരു സന്ദേശം ഉയരുകയാണ്. ഇത്ര വേഗത്തിൽ പൂർത്തിയാക്കിയ മറ്റൊരു മെട്രോ ഇല്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏത് വികസന പ്രവർത്തനവും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവും എന്ന സന്ദേശമാണ് നാം ഇതിലൂടെ നൽകുന്നത്. കൊച്ചി മെട്രോ ആദ്യമായി നഗരത്തിന് മുകളിലൂടെ കൂകിപ്പായുന്നത് കാണാൻ നിരവധി പേരാണ് പാലാരിവട്ടം മുതൽ പത്തടിപ്പാലം വരെ തടിച്ചുകൂടിയത്. മെട്രോ പൊതുജനങ്ങൾക്കായി സർവീസ് നടത്തുന്ന തിങ്കളാഴ്ച തന്നെ കയറാമല്ലോ എന്ന സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. പ്രദേശവാസികളുടെ പ്രതികരണങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുമ്പോൾ പ്രദേശവാസികളും വളരെയധികം സന്തോഷത്തിലാണ്. വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് കൊച്ചി മെട്രോയുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഇവിടെ യാത്ര ചെയ്യാൻ ഒരുങ്ങവേ ഇവിടെ ചുറ്റും തടിച്ചു കൂടിയത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് കൊച്ചി മെട്രോ നമുക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നു? എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവമൊക്കെ? ഉദ്ഘാടനം വളരെ നന്നായി വരട്ടെ എന്ന് വിചാരിക്കുന്നു. എത്രയും വേഗം നടക്കട്ടെ. കാര്യങ്ങളൊക്കെ വളരെ സന്തോഷകരമായിട്ട് ചെയ്യണം. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ വിലപ്പെട്ട ഒരു കാര്യങ്ങളാണ്, നേട്ടം തന്നെയാണിത്. കാരണം ഇനി കൊച്ചി തീർച്ചയായിട്ടും ഒരു ഡെവലപ്മെന്റ് മാറും, ഭയങ്കര ഡെവലപ്പാകും. ഇനി തിരക്കുകളെല്ലാം വളരെ, ട്രാഫിക് വളരെ കുറയും മെട്രോ വന്നതോടുകൂടി. എന്താണ് വളരെ നന്നായിരുന്നു. കൊച്ചി മെട്രോ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യക്ക് ഒരു അഭിമാനപ്പെട്ട ഒരു നല്ലൊരു കാര്യമാണ് കൊച്ചി മെട്രോ. സന്തോഷമായി. പിന്നെ എന്താ പറയാ, കേരളം കൊച്ചിക്കാർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് മെട്രോ വരുന്നത്. സന്തോഷം. കൊച്ചി മെട്രോയ്ക്ക് എല്ലാ ആശംസകളും. കൊച്ചി വഴി ഇനിയും കൊച്ചി വളരെ ഉയരത്തിലെത്തണം. ഇനിയും ഉയർന്നു വരണം കൊച്ചി മെട്രോ. മലയാളിയുടെ ചിരകാല സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കാരമായത്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. രാവിലെ മുതൽ ഞാൻ തന്നെ ഇവിടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ട് 9 മണി തൊട്ട് ഇവിടെ നിൽക്കുകയാണ് പരിപാടികളെല്ലാം കാണാൻ വേണ്ടിയിട്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. കൊച്ചി മെട്രോ
കണ്ടു സാറ്? കണ്ടു. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടമായോ? മെട്രോ കയറണ്ടേ? എന്നാ കയറണ്ടേ മെട്രോയില്? മണ്ടേ കയറുമോ? പേരെന്താ? എത്ര പഠിക്കുന്നത്? മെട്രോ കാണാൻ വന്നാണോ അവിടെ? മെട്രോ കയറുന്നുണ്ടോ? പിന്നെ മണ്ടേ തന്നെ കയറണം തീർച്ചയായിട്ടും. വളരെ സന്തോഷമുണ്ട് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമായാൽ. ഇനിയും നമുക്കൊരു സ്വപ്ന പദ്ധതിയായിരുന്നു, അത് വന്നതിൽ നമ്മുടെ കൊച്ചിക്കാർക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നരേന്ദ്രമോദി വന്ന് ഉദ്ഘാടനം ചെയ്തതിലും വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഈ രണ്ടാം ഘട്ടമായ ശ്രീധരനെയും കൂടി ഉൾപ്പെടുത്തി കൊച്ചി മെട്രോ മുന്നോട്ട് പോകണമെന്നാണ് ഒരു പ്രവർത്തനം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. നാളെ 4 മണി തൊട്ട് നാളെ കാർഡുള്ള ടിക്കറ്റ് ഉണ്ട് 4 മണി തൊട്ട്. എന്തായാലും കൊച്ചി മെട്രോയിൽ അടുത്ത ദിവസം തന്നെ ആദ്യ ദിവസം തന്നെ കയറുമെന്ന ഉറച്ച ഒരു തീരുമാനം തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. കൊച്ചി മെട്രോയുടെ ആദ്യ നഗരത്തിന് മുകളിലൂടെ ആകാശ കാഴ്ചകൾ കണ്ടുകൊണ്ട് കൊച്ചി മെട്രോ കൂകിപ്പഞ്ഞപ്പോൾ ഇത് കാണാൻ വേണ്ടി, ഇതിൻ്റെ ദൃക്സാക്ഷികളാകാൻ വേണ്ടി നിരവധി പേരാണ് ഇവിടെ തടിച്ചുകൂടിയത്. എന്തായാലും ഈ കൊച്ചി നിവാസികളും കേരളത്തിൻ്റെ അഭിമാനമായ കൊച്ചി മെട്രോയിൽ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. കൊച്ചി മെട്രോയിലൂടെ പുതിയ കാലഘട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് സംസ്ഥാനം. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റമാണ് മെട്രോ യാഥാർത്ഥ്യമാകുന്നതിലൂടെ പ്രഖ്യാപിക്കുന്നതെന്ന് പ്രശസ്ത സാമ്പത്തിക വിചക്ഷണൻ കെ.എൻ. ഹരിലാൽ അഭിപ്രായപ്പെട്ടു. കേരളത്തെ വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുന്നതിനുള്ള പാതയൊരുക്കൽ കൂടിയാണിതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതെ, കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, കേരളവും. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ മുഖം കൂടിയാണ് മാറ്റിവരയ്ക്കുന്നത്. പുതിയ കാലഘട്ടത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റമാണ് മെട്രോ യാഥാർത്ഥ്യമാകുന്നതിലൂടെ പ്രഖ്യാപിക്കുന്നതെന്ന് പ്രശസ്ത സാമ്പത്തിക വിചക്ഷണൻ കെ.എൻ. ഹരിലാൽ അഭിപ്രായപ്പെട്ടു. ഏറ്റവും നല്ല ഹ്യൂമൻ റിസോഴ്സസ് ലഭ്യമാക്കുക. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗം സജീവമാണ്. അതുപോലെ തന്നെ നമ്മുടെ പശ്ചാത്തല മേഖല ഏറ്റവും നന്നാകണം. അങ്ങനെ നമുക്ക് നന്നാവാൻ കഴിയും. പശ്ചാത്തല മേഖലയിൽ വലിയൊരു വിപ്ലവം കേരളത്തിൽ നടക്കും എന്നുള്ളത് പ്രഖ്യാപിക്കുന്ന ഒന്നാണ് കൊച്ചി മെട്രോ. ഇതെല്ലാം തന്നെ വ്യവസായത്തിന് അനുകൂലമായ സാഹചര്യമാണ്. നല്ല മെസ്സേജ് വ്യവസായത്തിന് പോകും. പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ പരോക്ഷത്തിൽ ഏറെ നേട്ടമാണ് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കുന്നതെന്നാണ് വിദഗ്ധാഭിപ്രായം. കേരളത്തെ വ്യവസായ നിക്ഷേപക സൗഹൃദ സംസ്ഥാനമാക്കുന്നതിലേക്ക് പുതിയ പാത തുറക്കുന്നു. കൂടാതെ വിദഗ്ധ തൊഴിലാളികളുടേതുൾപ്പെടെ പ്രധാന കേന്ദ്രമായി കേരളം മാറും. കൊച്ചി മെട്രോ പദ്ധതി പരിസ്ഥിതി സൗഹൃദമായി നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ മറ്റു വൻകിട പദ്ധതികൾക്കും ഇത് മാതൃകാപരമായി നടപ്പാക്കാനാകും എന്ന മഹത്തായ സന്ദേശം കൂടിയാണ് സംസ്ഥാനം ഇവിടെ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുമ്പോൾ കേരളം അഭിമാനത്തോടെയും കുറച്ച് അഹങ്കാരത്തോടെയും തന്നെ പറയുന്ന ഒരു പേരുണ്ട്. അതാണ് മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ. ശ്രീധരൻ. ആത്മാർത്ഥതയും സന്ധിയില്ലാത്ത പ്രൊഫഷണൽ ശൈലിയുമാണ് ഈ ലോകമറിയുന്ന എഞ്ചിനീയറുടെ കരുത്ത്. കൊച്ചി മെട്രോ ഉദ്ഘാടന വേദിയിൽ ആദ്യം ഇ. ശ്രീധരനെ ഒഴിവാക്കിയപ്പോൾ ഒരു ചെറുപുഞ്ചിരിയിൽ തന്റെ പ്രതികരണം ഒതുക്കി ആ മനുഷ്യൻ. ഹൃദയം പിടഞ്ഞത് നമ്മൾ മലയാളികൾക്കാണ്. കൊച്ചി മെട്രോ ശ്രീധരന്റെ മേൽനോട്ടത്തിലായിരിക്കുമെന്നറിഞ്ഞപ്പോൾ തോന്നിയ അതേ ആത്മവിശ്വാസം തന്നെയാണ് അതിന് കാരണം. പണി റെക്കോർഡ് വേഗതയിൽ പൂർത്തിയാക്കിയും നിശ്ചയിച്ചതിലും കോടിക്കണക്കിന് രൂപ ലാഭിക്കാനായതിന്റെയും ഒക്കെ ക്രെഡിറ്റ് ഈ മനുഷ്യനുള്ളതാണ്. 1964 പാമ്പൻ പാലം 46 ദിവസത്തിനുള്ളിൽ പുനർനിർമ്മിച്ചായിരുന്നു ശ്രീധരന്റെ ജൈത്രയാത്ര. 1954 ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ച ശ്രീധരൻ 63 വർഷത്തെ ഔദ്യോഗിക ജീവിതം തുടരുമ്പോഴും വിശ്രമമില്ലാത്ത യാത്രകളിലാണ്. രാജ്യത്തെ ആദ്യ മെട്രോയായ കൊൽക്കത്ത മെട്രോയുടെ രൂപകൽപ്പന ശ്രീധരന്റേതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ആദ്യ കപ്പൽ റാണി പത്മിനിയുടെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കപ്പൽശാലയുടെ CMD ആയിരുന്നു അദ്ദേഹം. 7 വർഷവും 3 മാസവും മാത്രമെടുത്ത് 760 കിലോമീറ്ററുള്ള കൊങ്കൺ പാത പൂർത്തിയാക്കി. പിന്നീട് അത്യാധുനിക മെട്രോ എന്ന ദൌത്യവുമായി DMRCയിലേക്ക്. നിശ്ചിത സമയത്തിനും 2 വർഷവും 9 മാസവും ശേഷിക്കെ 10,500 കോടി ചെലവിൽ ദില്ലി മെട്രോയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി. 4.5 വർഷത്തിനുള്ളിൽ രണ്ടാം ഘട്ടവും. തുടർന്ന് ജയ്പൂർ, ലക്നൌ, വിശാഖപട്ടണം തുടങ്ങിയ മെട്രോകളുടെ മേൽനോട്ടവും നിർവഹിച്ചു. പച്ചാളം റെയിൽവേ പാലത്തിലും ഇടപ്പള്ളി മേൽപ്പാല നിർമ്മാണത്തിലും കാണാം ആർക്കും അനുകരിക്കാനാകാത്ത ആ ശ്രീധരൻ ടച്ച്. നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തന്നെ കോടികൾ ലാഭം ശേഷിപ്പിച്ച് കൃത്യതയോടെ പണി പൂർത്തിയാക്കുകയാണ് ശ്രീധരൻ ശൈലി. കൊച്ചി മെട്രോയിലൂടെ ശ്രീധരൻ നൽകിയ ആത്മവിശ്വാസമാണ് കോഴിക്കോട് തിരുവനന്തപുരം മോണോ റെയിലിന്റെയും തെക്കുവടക്ക് അതിവേഗ റെയിൽപാതയുടെയും നിർമ്മാണത്തിലേക്ക് കേരളത്തെ എത്തിച്ചത്. ലോകത്തിനു മുന്നിൽ നമ്മുടെ അഭിമാനമായ 85-ലെത്തി നിൽക്കുന്ന ഈ പൊന്നാനിക്കാരന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കും.
ആത്മാർത്ഥതയുടെയും ആത്മസമർപ്പണത്തിന്റെയും ഒന്നിനോടും സന്ധി ചെയ്യാത്ത പ്രൊഫഷണലിസത്തിന്റെയും വിശ്രമമില്ലാത്ത യാത്രയാണ് ജീവിതമെന്ന്. ന്യൂസ് ഡെസ്ക്. മെട്രോ ട്രെയിനിലേറി ആകാശയാത്രയ്ക്ക് തയ്യാറെടുത്തിരിക്കുകയാണ് കൊച്ചിക്കാർ. സ്ഥിരം യാത്രക്കാർക്കായി കൊച്ചി മെട്രോ സ്മാർട്ട് കാർഡ് സജ്ജമായി. യാത്ര സ്മാർട്ടാകുമ്പോൾ ടിക്കറ്റും സ്മാർട്ടാവുക എന്നതാണ് കൊച്ചി മെട്രോയുടെ പ്രത്യേകത. സ്ഥിരം യാത്രക്കാർക്ക് വേണ്ടിയാണ് സ്മാർട്ട് കാർഡുകൾ സജ്ജമാകുന്നത്. ആവശ്യത്തിനനുസരിച്ച് പണം നൽകി കാർഡ് ചാർജ് ചെയ്യാം. യാത്രയ്ക്ക് പുറമെ ഷോപ്പിങ്ങിനും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും സിനിമ കാണാനുമെല്ലാം ഈ കാർഡ് ഉപയോഗിക്കാം. കൊച്ചി 1 എന്ന പേരിൽ അറിയപ്പെടുന്ന സ്മാർട്ട് കാർഡ് വർഷങ്ങളോളം ഉപയോഗിക്കാമെന്ന പ്രത്യേകതയുമുണ്ട്. QR കോഡ് ടിക്കറ്റുകളാണ് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത്. ഇവ ഒറ്റ യാത്രയ്ക്ക് വേണ്ടി മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് മെട്രോ യാത്രയ്ക്കായി നൽകിയത് QR കോഡ് ടിക്കറ്റാണ്. ആദ്യ ദിവസങ്ങളിലെ യാത്രയ്ക്ക് ഈ സംവിധാനം തന്നെ ഉപയോഗിക്കാനാണ് KMRL തീരുമാനം. സ്മാർട്ട് കാർഡുകൾ തയ്യാറായി കഴിഞ്ഞെങ്കിലും KMRL ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പഴുതടച്ച സുരക്ഷാ സംവിധാനം ഒരുക്കിയാണ് കൊച്ചി മെട്രോ കുതിച്ചത്. സ്റ്റേഷനുകളും ട്രെയിനുകളും പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിലാണ്. വനിതകൾ ഉൾപ്പെടെ 600ഓളം പേരെയാണ് സുരക്ഷാ ഗാർഡുകളായി നിയോഗിച്ചിരിക്കുന്നത്. യാത്രക്കാരെ വരവേൽക്കാൻ പൂർണ്ണ സജ്ജമായിരിക്കുന്ന മെട്രോ സ്റ്റേഷനുകളിൽ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ സ്റ്റേഷനുകളിലും 30ഓളം CCTV ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ട്രെയിനുകൾക്കകം പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിലാണ്. മറ്റൊരു സവിശേഷതയും മെട്രോയ്ക്കുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ കൊച്ചി മെട്രോയിലെ ഏതൊരു യാത്രക്കാരനും ഡ്രൈവറുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത്. വനിതകളും ഇതര സംസ്ഥാനക്കാരും ഉൾപ്പെടെ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച 600-ൽ പരം ജീവനക്കാർ ഓരോ സ്റ്റേഷനിലും സജീവമാണ്. കൂടാതെ സംസ്ഥാന പോലീസ് സേനയിൽ നിന്നും 138 പേരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. പരാതിയോ നിർദ്ദേശങ്ങളോ അറിയിക്കാനായി ടോൾ ഫ്രീ നമ്പറും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സദാനേരവും ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി പ്രവഹിക്കുന്ന മെട്രോ ട്രാക്കിൽ അത്യാവശ്യ ഘട്ടം വരുമ്പോൾ പവർ ഓഫ് ചെയ്യാനുള്ള പ്രത്യേക സ്വിച്ചും സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭിന്നശേഷി സൗഹൃദമാണ് കൊച്ചി മെട്രോ. കൂടാതെ ഗർഭിണികളും വൃദ്ധരും ഉൾപ്പെടുന്ന ശാരീരിക അവശത ഉള്ളവർക്ക് പ്രത്യേക സൗകര്യങ്ങളും മെട്രോയിലുണ്ട്. മെട്രോ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും അംഗപരിമിതർക്ക് പരാശ്രയമില്ലാതെ സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പ്രത്യേകമായ ടിക്കറ്റ് കൗണ്ടർ, മുൻഗണനാ ഏരിയ തുടങ്ങിയവ. കൂടാതെ കാഴ്ച വൈകല്യമുള്ളവർക്കായി പ്രത്യേക നടപ്പാതകളുമുണ്ട്. കണ്ണു കാണാത്ത ആൾക്കാർക്കുള്ള ടെക്ടൈൽ ടൈൽസ് ഉണ്ട്. എൻഡ് ടു എൻഡ് സ്റ്റേഷനിൽ എൻട്രി ചെയ്യണ തുടങ്ങി തിരിച്ച് ട്രെയിനിൽ കയറി പുറത്തിറങ്ങുന്നവരെ കംപ്ലീറ്റ് ടെക്ടൈൽസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ വീൽ ചെയറിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ലിഫ്റ്റ് സൗകര്യമുണ്ട്. ഇവർക്കായി പ്രത്യേക പ്രവേശന ഗേറ്റും സജ്ജമാണ്. യാത്രക്കാർക്കുള്ള പ്രവേശന ഗേറ്റാണിത്. സാധാരണ യാത്രക്കാർക്ക് ഇത്തരത്തിലുള്ള ഗേറ്റാണ് ഉപയോഗിക്കുക. ഒരു സൈഡിലേക്ക് മാത്രമേ ഇത് തുറക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ വൈകല്യമുള്ളവർക്ക് വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്കെല്ലാം തന്നെ ഈ ഗേറ്റാണ് ഉപയോഗിക്കുക. ഇത് 2 സൈഡിലേക്കും ഒരേ സമയം തന്നെ തുറക്കാൻ കഴിയും. വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്ക് യാത്ര ഏറെ സൗകര്യപ്രദമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഗേറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ശാരീരിക അവശതയുള്ളവർക്ക് ഇനിയുമുണ്ട് സൗകര്യങ്ങൾ. പ്രത്യേക പരിഗണന വേണ്ടവർക്കായി പ്രത്യേകമായിട്ടുള്ള സീറ്റുകളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. വാതിലിനോട് തൊട്ടരികിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇത്തരക്കാർക്ക് ഏറെ സൗകര്യപ്രദമാണ്. കൊച്ചി മെട്രോയിൽ നിന്ന് അഭിലാഷ് നിലമ്പൂരിനും KM രഞ്ജിത്തിനുമൊപ്പം സമീർ വടങ്ങോട്. കൊച്ചി മെട്രോയെ പശ്ചാത്തലമാക്കി അണിയറയിൽ ചിത്രമൊരുങ്ങുന്നു. അറബിക്കടലിന്റെ റാണി ദി മെട്രോ വുമൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിൽ റിമ കല്ലിങ്കലാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. M പത്മകുമാറും S സുരേഷ് ബാബുവും ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സിനിമാ പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത. കൊച്ചി മെട്രോ പശ്ചാത്തലമാക്കി മലയാള സിനിമ വരുന്നു. റിമ കല്ലിങ്കലാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. മലയാളത്തിലെ ഒരു പ്രമുഖ സൂപ്പർ താരം E മാധവൻ എന്ന മെട്രോമാന്റെ വേഷത്തിലെത്തും എന്നാണ് അണിയർ പ്രവർത്തകർ നൽകുന്ന സൂചന. മെട്രോമാന്റെ കടുത്ത ആരാധികയായ PK ലളിത എന്ന തൃപ്പൂണിത്തുറക്കാരി സെയിൽസ് ഗേളിനെയാണ് റിമ കല്ലിങ്കൽ അവതരിപ്പിക്കുന്നത്. മെട്രോമാനെ PK ലളിത കാണാൻ നടത്തുന്ന ശ്രമങ്ങളും അതിന്റെ പരിണിത ഫലവും പെൺകുട്ടിയുടെ ജീവിതവും കൊച്ചി നഗരത്തിന്റെയും കഥയുമാണ് സിനിമയാകുന്നത്. മെട്രോ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്ന 17-ന് തന്നെ സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടാകും. അറബിക്കടലിന്റെ റാണി ദ മെട്രോ വുമൺ എന്ന പേരിൽ M പത്മകുമാറും തിരക്കഥാകൃത്ത് S സുരേഷ് ബാബുവും ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കഥയും തിരക്കഥയും സംഭാഷണവും S സുരേഷ് ബാബുവും MU പ്രദീപും ചേർന്ന് നിർവഹിക്കുന്നു. അനൂപ് മേനോൻ, അലൻസിയർ, ഷീലു എബ്രഹാം, സൃന്ദ എന്നിവർ മറ്റു വേഷങ്ങളിലെത്തുന്നു. ക്രിസ്മസ് റിലീസ് ലക്ഷ്യം വെക്കുന്ന ഈ ചിത്രം VG ഫിലിംസ് ഇന്റർനാഷണലാണ് നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. തിരികെ വാർത്തയിലേക്ക്. കോഴിക്കോട് വടകരയിൽ H1N1 ബാധിച്ച് ഗർഭിണി മരിച്ചു. മടപ്പള്ളി സ്വദേശിനി നിഷയാണ് മരിച്ചത്. ഇതോടെ ജില്ലയിൽ 1 മാസത്തിനിടെ വിവിധ തരത്തിലുള്ള പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 22 ആയി.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മടപ്പള്ളി പൂതംകുനി സ്വദേശിനി നിഷ മരിച്ചത്. കടുത്ത പനിയുമായി നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ യുവതിക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച H1N1 സ്ഥിരീകരിച്ചതോടെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. 6 മാസം ഗർഭിണിയായിരുന്നു നിഷ. ഇതോടെ ജില്ലയിൽ H1N1 ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 6 ആയി. 11 ഡെങ്കിപ്പനി മരണങ്ങളും 5 എലിപ്പനി മരണവും അടക്കം ഈ മാസം വിവിധ പനി ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 22 ആയതായാണ് ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുമ്പോഴും നിരവധി പേരാണ് പനി ലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിൽ ദിനംപ്രതി ചികിത്സ തേടിയെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൈരളി പീപ്പിൾ ടിവിയിലെ മാധ്യമപ്രവർത്തകൻ പ്രജീഷ് കൈപ്പള്ളിയെയും ഭാര്യ ആക്രമിച്ച പ്രതി KP രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സഹോദരിയുടെ വീട് പണിയുടെ കരാർ നൽകാത്തതിന്റെ പൂർവ്വ വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം പ്രജീഷിന്റെ ഭാര്യയുടെ മൊഴിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയത് സംബന്ധിച്ച് കൊല്ലം റൂറൽ SP ഏരൂർ SIയോട് വിശദീകരണം തേടി. പ്രജീഷിന്റെ സഹോദരിയുടെ വീടിന് സമീപത്ത് വെച്ചാണ് സംഭവം. സഹോദരിയുടെ വീടിന്റെ പാലുകാച്ച് കർമ്മം കഴിഞ്ഞ റോഡിലൂടെ നടന്നു വരികയായിരുന്ന പ്രജീഷിനെയും ഭാര്യയും രാജു പട്ടികളെ അഴിച്ചുവിട്ട് കടിപ്പിക്കാൻ ശ്രമിച്ചു. കൂട്ടമായി എത്തിയ പട്ടികളെ ഓടിക്കാൻ പ്രജീഷ് കല്ലെടുക്കുകയും ചെയ്തു. ഇതിനിടെ സ്ഥലത്തെത്തിയ രാജു അസഭ്യം പറയുകയും ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പ്രജീഷിന്റെ ഭാര്യ ഷൈനി പറഞ്ഞു. പറഞ്ഞുകൊണ്ട് എന്നെ അടിച്ചു. വണ്ടി വെച്ചിരുന്ന ഒരു അടിവാള് പോലെ സാധനം എടുത്ത് തലയ്ക്ക് അടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ തടയാൻ ശ്രമിച്ചപ്പോൾ അപ്പോഴും എന്നെ തടഞ്ഞ് ഉപദ്രവിച്ചു. ഏട്ടനെ ഒരുപാട് നേരം ഉപദ്രവിച്ചു. കരാർ നൽകാത്തതിന്റെ പേരിൽ ആഴ്ചകൾക്ക് മുമ്പ് KP രാജു പ്രജീഷിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ആക്രമണം. മർദ്ദനത്തിൽ പരിക്കേറ്റ പ്രജീഷ് കൈപ്പള്ളിയും ഭാര്യയും അഞ്ചൽ സെന്റ് ജോൺസ് മിഷൻ ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് തന്റെ മൊഴിയെടുത്തില്ലെന്ന് കാട്ടി ഷൈനി കൊട്ടാരക്കര റൂറൽ SPക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഏരൂർ SIയോട് റൂറൽ SP സുരേന്ദ്രൻ വിശദീകരണം തേടിയിട്ടുണ്ട്. ഷൈനിയുടെ പരാതിയും കൂടി ഉൾപ്പെടുത്തി കേസെടുക്കുകയും ശക്തമായ നടപടി അതിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അത്തരത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രത്യേകിച്ചുള്ള അതിക്രമത്തിൽ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കുന്നതായിരിക്കും. KP രാജുവിനെ ആദ്യം ദുർബല വകുപ്പുകൾ ചേർത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഏരൂരിലെ ചില പോലീസുകാർ ഒരുക്കിയത് വിവാദമായി. ഇതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശിക്ഷാ നടപടിക്ക് വിധേയമായി ഏരൂരിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടയാളാണെന്ന് സൂചന ലഭിച്ചു. പ്രതിക്ക് CPIMുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇയാളുടെ ഭാര്യ BJPയുടെ സ്ഥാനാർത്ഥിയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടെന്നും ഏരൂരിലെ CPM നേതൃത്വം വ്യക്തമാക്കി. ഇയാളെ അറസ്റ്റ് ചെയ്ത ഏരൂർ പോലീസ് പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ബഹുമാന്യരായ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ മാതാപിതാക്കളെ പരിപാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഒരു വചനം നമുക്കതിൻ്റെ അർത്ഥം പറയാം. ദൈവം തമ്പുരാൻ തീരുമാനിച്ചിരിക്കുന്നു അവന് മാത്രം ആരാധന നിർവഹിക്കുവാൻ. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ നേരുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ പറയാം, മാതാപിതാക്കൾക്ക് നന്മ നേരുക. തുടർന്ന് അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഈ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ അടുക്കൽ വാർദ്ധക്യം ബാധിച്ചാൽ, നിങ്ങൾ ജീവിച്ചിരിക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ വൃദ്ധരായി നിങ്ങളുടെ അടുക്കൽ ഉണ്ടാവുമ്പോൾ അവരോട് നിങ്ങൾ ഛേ എന്ന് പറയാൻ പാടില്ല, അരുത് എന്ന് അവരോട് നിങ്ങൾ പറഞ്ഞേക്കരുത്. അവർക്ക് മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു പദപ്രയോഗവും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അവരെ നിങ്ങൾ അകറ്റാൻ പാടില്ല.